കരസേനാ ദിനാചരണത്തിന്റെ ഭാഗമായുള്ള പരേഡ് ഉടൻ നടക്കും. പൂനെയിലെ ബോംബെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഗ്രൗണ്ടിലാണ് ഈ പരേഡ്. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, ഈ പരേഡിന് തുടക്കമായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീനാഥ്? 9:45 പരേഡിന് തുടക്കമാവും. അതിന് മുന്നോടിയായുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. വിവിധ സേനാ മേധാവികളൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. വിശിഷ്ടാതിഥികൾ എത്തുന്നു. ആദ്യഘട്ടത്തിൽ ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ, ഈ സൈന്യത്തിലെ നൽകുന്ന പുരസ്കാരങ്ങളാണ് ആദ്യ നിമിഷം ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും പിന്നീട് പരേഡിലേക്ക് കടക്കുക. രാജ്യം 77ാമത് കരസേനാ ദിനമാണ് ആചരിക്കുന്നത്. രാജ്യത്തിന്റെ സൈനിക ശക്തി വിളിച്ചോതുന്ന തരത്തിലാണ് സാധാരണ ഈ കരസേനാ ദിന പരേഡ് നടക്കാറുള്ളത്. പൂനെയിലും അതിന് വ്യത്യാസം ഉണ്ടാകില്ല എന്ന് വേണം പ്രതീക്ഷിക്കാൻ. സാധാരണ ദില്ലിയിലാണ് ഈ കരസേന പരേഡ് നടക്കാറുണ്ടായിരുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ അതിന് മാറ്റമുണ്ടായി. 2023 ബംഗളൂരുവിലും 2024 ലക്നൌവിലും നടന്നു. സതേൺ നേവൽ കമാൻഡിന്റെ ആസ്ഥാനം എന്നുള്ള നിലയ്ക്കാണ് പൂനെ ഇത്തവണ തെരഞ്ഞെടുക്കുന്നത്. 11 സംസ്ഥാനങ്ങളും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒക്കെ അടങ്ങുന്നതാണ് ഈ സതേൺ നേവൽ കമാൻഡിന്റെ അധികാര പരിധി. അതായത് നമ്മുടെ ഇന്ത്യയുടെ ഏതാണ്ട് 41% കരഭാഗവും ഈ മേഖലയിലാണ്. ഏതായാലും വനിതകൾക്ക് വലിയ പ്രാധാന്യം ഇന്നത്തെ ഈ പരേഡിലുണ്ട്. അഗ്നിവീറുകൾ നയിക്കുന്നത് വനിതാ സംഘമാണ്. ഒപ്പം തന്നെ ഓൾ ഗേൾസ് NCC സംഘവും NCCയുടെ വനിതകളുടെ സംഘവും ഒക്കെ തന്നെ ഈ പരേഡിന്റെ ഭാഗമാവുന്നുണ്ട്. ഒപ്പം റോബോട്ടിക്സ് പുതിയ യുദ്ധമുഖത്ത് എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും എന്നതിന്റെ ചില ഉദാഹരണങ്ങൾ ഇത്തവണത്തെ ഈ മാർച്ച് പാസിൽ ഉണ്ടാകും. അതിന്റെ ചില ദൃശ്യങ്ങൾ. ശരി ശ്രീനാഥ്, ഏതായാലും 9:45 കൂടി അവിടെ പൂനെയിൽ പരേഡിന് തുടക്കമാകും. ശ്രീനാഥാണ് വിവരങ്ങൾ നൽകിയത്.